സാജിദ അജ്മൽ കൂടി ചേരുന്നുണ്ട്. സാജിദ, ഒട്ടുമിക്ക ബൂത്തുകളിലും വോട്ടെടുപ്പ് അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് മേൽ നടപടികളിലേക്ക് ഉദ്യോഗസ്ഥർ കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. സാജിദ എവിടെയാണുള്ളത്? എന്താണ് അവിടുത്തെ അവസ്ഥ? ദിവ്യ, ഞാൻ മാനവേദൻ സ്കൂളിലാണ് ഉള്ളത്. ഞാൻ നിൽക്കുന്ന ബൂത്ത് ഉൾപ്പെടെ ഈ സ്കൂളിലെ 3 ബൂത്തുകളിലും വോട്ടെടുപ്പ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പോളിംഗ് സാമഗ്രികൾ എല്ലാം തന്നെ പാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, സീൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതായത് വോട്ടിംഗ് മെഷീൻ, VVPAT അടക്കമുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായി സീൽ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഈ പോളിംഗ് ഏജന്റുമാരാണ് ഉള്ളത്. ഇവരും ഈ നടപടി, അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരും ഉണ്ട്. ഇപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ നമ്മോടൊപ്പം ഉണ്ട്. ഇപ്പോൾ ഇനി ഇതിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത്? സ്ട്രോങ് റൂമിലേക്ക് എപ്പോഴാണ് മാറ്റുക? ഇത് പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് പേപ്പറിൻ്റെ വർക്ക് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഇതിൻ്റെ കളക്ഷൻ സെൻറ്ററിലേക്ക് നമ്മൾ മാറ്റും. മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളാണ്, അവിടെയാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനുള്ളത്. കളക്ഷൻ സെൻറ്റർ അവിടെ തന്നെയാണ്. അവിടെ നമ്മൾ ഉടനെ തന്നെ ഈ പേപ്പർ വർക്ക് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ സബ്മിറ്റ് ചെയ്യും. അവിടെ നിന്നും പിന്നീട് അത് സ്ട്രോങ് റൂമിലേക്ക്, അവിടെ അക്കൗണ്ടിങ് സെൻറ്ററിലേക്ക് മാറ്റും. ഈ പേപ്പർ വർക്ക് എന്ന് പറയുമ്പോൾ ടോട്ടൽ വോട്ട്, അതിൽ എത്രണ്ണം പോൾ ചെയ്തു, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈ വോട്ടിംഗ് മെഷീനിലുള്ള കാര്യങ്ങളൊന്ന് രേഖപ്പെടുത്തുക, അങ്ങനെയാണോ? ഇതിപ്പോൾ ഏജന്റുമാർക്ക് 17C കൊടുക്കണം. പിന്നെ പോൾ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജും, മെയില് ഫീമെയില്, അതുപോലെ എപ്പിക്ക് ഉള്ള ആൾക്കാർ എത്ര ഉണ്ട്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസുകളുണ്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. ആ പേപ്പർ പ്രൊസീജിയർ ചെയ്യാമെന്ന് മാത്രമാണ്. അതിനെയാണ് ഇലക്ഷൻ കമ്മീഷൻ പിന്നീട് അതിൻ്റെ പെർസെൻറ്റേജ് കണക്കാക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന വിവരങ്ങളാണ് അത് അപ്ഡേറ്റ് ചെയ്യുക അല്ലേ? അതെ. ലാസ്റ്റ് നമ്മൾ കൊടുക്കുന്ന പെർസെൻറ്റേജ് നോക്കിയിട്ടാണ് അവർ ടോട്ടലി കാൽക്കുലേറ്റ്. ദിവ്യ, ഇതാണ് ഒരു ഏതാണ്ട് 24 ദിവസം വീറും വാശിയോടുകൂടി തെരഞ്ഞെടുപ്പ് നടന്നു. അതിന് പരിസമാപ്തിയായിരിക്കുന്നു. മികച്ച പോളിംഗ് എന്ന് തന്നെ പറയാം. കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇത്രയധികം പോളിംഗ് സമീപകാലത്തൊന്നും വന്നിട്ടില്ല. വലിയ വീറും വാശിയുമായി നടന്നതായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. എന്നാൽ അതിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 6% കുറവായിരുന്നു. നമുക്കറിയാം, ഈ ഏതാണ്ട് 6-7 മാസം മുൻപാണ് ഈ ലോക്സഭയിലേക്ക് ഉള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ പ്രിയങ്ക ഗാന്ധി പോലുള്ളൊരു ദേശീയ നേതാവ് മത്സരിച്ചിട്ട് പോലും 61% മാത്രമാണ് ഈ പോളിംഗ് വന്നിരുന്നത്. അതോടൊപ്പം ഈ മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളെയൊക്കെ അപേക്ഷിച്ച് മികച്ച പോളിംഗ് ആണ്. ഈ മികച്ച പോളിംഗ് ആരെ തുണയ്ക്കും എന്നുള്ളത് ഓരോ മുന്നണികളും ആശങ്കയോടെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നെഞ്ചിടിപ്പോടെ കാണുന്നുണ്ട്, ഈ പ്രതീക്ഷ വെക്കുന്നുണ്ട്. അതിൽ ഈ UDF-ഉം LDF-ഉം അൻവറും എല്ലാം തങ്ങളുടെ വോട്ടുകൾ പൂർണ്ണമായി പോൾ ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു. അതിനപ്പുറം ഉള്ള ഈ പോളിംഗ് ശതമാനം ആരെ പിന്തുണയ്ക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എല്ലാവരും ഇനിയുള്ള മണിക്കൂറുകൾ കൂട്ടലിന്റെയും കിഴിക്കലിന്റെയും മണിക്കൂറുകളാണ്. അത് അനുസരിച്ചായിരിക്കും ഈ കൂട്ടാനും കിഴിക്കാനും അധിക ദിവസം. ഇനി കണക്കുകൂട്ടലുകളുടെ നിമിഷങ്ങളാണ്. ജംഷീർ കൊടിഞ്ഞുകൂടി ചേരുകയാണ്. ജംഷീർ, എന്താണ് നഗരസഭ പരിധിയിലെ അവസ്ഥ? അവിടെയും മികച്ച പോളിംഗ് തന്നെയല്ലേ? ദിവ്യ, തീർച്ചയായിട്ടും നഗരസഭാ പരിധിയിലെ ബൂത്തുകളിലും കനത്ത പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ്. രാവിലെ ഈ നഗരസഭാ പരിധിയിലൊക്കെ തന്നെ രാവിലെ വലിയ ക്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാവുന്നതുപോലെ മഴ ഉണ്ട്. മഴയെ പോലും അവഗണിച്ചുകൊണ്ട് ആളുകൾ എത്തി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഉള്ളത് നഗരസഭാ പരിധിയിലെ നഗരത്തിൽ തന്നെയുള്ള ഗവൺമെന്റ് മോഡേൺ UP സ്കൂളിലെ 179 നമ്പർ ബൂത്തിന് പരിസരത്താണ്. ഇപ്പോൾ ഇവിടെ നടപടിക്രമങ്ങൾ, അതായത് ഉദ്യോഗസ്ഥർ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, സാധന സാമഗ്രികൾ പാക്ക് ചെയ്യുകയാണ്, സീൽ ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ നിലമ്പൂർ നഗരസഭാ പരിധിയിൽ ഏതാണ്ട് 72.8% വോട്ടിംഗ് ശതമാനം ഉണ്ടായത്. ഇത്തവണ അതിൽ കൂടുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ബൂത്തിൽ തന്നെ 70-ന് മുകളിൽ ശതമാനം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഗ്രാമങ്ങളെ അപേക്ഷിച്ച് നഗരങ്ങളിൽ വലിയ തരത്തിലുള്ള ഒരു പോളിംഗ് നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഏതായാലും നഗരസഭാ പരിധിയിൽ കനത്ത പോളിംഗ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായി നമ്മളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നത് മഴയാണ്, അത്തരം പ്രതികൂല സാഹചര്യമാണ്, അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടാകുമോ എന്നുള്ള സംശയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. മാത്രമല്ല, ഇതൊരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ്. സാധാരണഗതിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ പോളിംഗ് ശതമാനത്തിൽ കുറവ് ഉണ്ടാകാറുണ്ട്. പക്ഷേ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. പോളിംഗ് വർദ്ധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തേക്ക് പോളിംഗ് ശതമാനം എത്തുന്നു എന്നുള്ളത് ജനങ്ങൾ അല്ലെങ്കിൽ വോട്ടർമാർ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ഇരു മുന്നണികളും
എല്ലാ വോട്ടർമാരെയും പരമാവധി മുഴുവൻ വോട്ടർമാരെയും എത്തിക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തിയെന്നുള്ളതാണ്. ജോലിക്ക് പോയ ആളുകളെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി, ജോലി കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പോലും അവരെ വിളിച്ചു വരുത്തി ഇങ്ങോട്ടേക്ക് വോട്ട് ചെയ്യാൻ എത്തിക്കുന്ന ഒരു സാഹചര്യം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബൂത്തിലടക്കം 6 മണിക്ക് വരെ വോട്ട് ചെയ്യാൻ ആൾ വന്നിരുന്നു. ഏതായാലും ഈ നഗരസഭാ പരിധിയിൽ കനത്ത പോളിംഗ് തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ പൊതുവെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ട തെരഞ്ഞെടുപ്പ് പോലെ വലിയ ക്യൂ ഒന്നും നമുക്ക് ഈ പോളിംഗ് സ്റ്റേഷനുകളിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം പോളിംഗ് ബൂത്തുകളുടെ എണ്ണം ഇന്ന് 56 ബൂത്തുകൾ അധികം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന വോട്ടർമാർക്ക് സുഗമമായി വേഗത്തിൽ തന്നെ വോട്ട് ചെയ്ത് മടങ്ങാനുള്ള ഒരു സൗകര്യവും സാഹചര്യവും ഒരുക്കിയിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ പോളിംഗ് അവസാനിച്ചിരിക്കുന്നു. പോളിംഗ് സാമഗ്രികൾ ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പോളിംഗ് സാമഗ്രികൾ പാക്ക് ചെയ്യുകയാണ്. ഇനി മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. അവിടെ ലോക്കറിലായിരിക്കും ഇനി സൂക്ഷിക്കുക. ദിവ്യ, പോളിംഗ് അവസാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൃത്യമായ കണക്കുകൾ വരേണ്ടിയിരിക്കുന്നു. 5 മണിവരെ 70.76% 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് മറികടക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്.